എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് ഈ രീതിയിൽ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അത് അടിപൊളി പൊറാട്ടയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും എന്തിൻ്റെ കൂടെ ആയാലും ഇത് ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു 3 വറ്റൽമുളക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വെള്ളത്തോട് കൂടെ ഞാനൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കതിലേക്ക് 8 or 10 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. 8 മുതൽ 10 വരെ നമുക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. അതിലേക്കൊരു 6 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ചിക്കനിലേക്ക് പുരട്ടി വെക്കാനുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ടാണ്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചത്, അതേപോലെ തന്നെ 1/4 ടീസ്പൂണ് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കാശ്മീരി മുളക് പൊടിയാണ്. എരിവിന് നമ്മൾ ആദ്യം തന്നെ വറ്റൽമുളക് സോക്ക് ചെയ്തിട്ട് അതിൽ ചേർത്ത് കൊടുത്തല്ലോ. ഇനി നമുക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അടിക്ക് പിടിക്കാതിരിക്കാനും നല്ലൊരു കോട്ടിങ്ങൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കോൺഫ്ലവർ ചേർക്കുന്നത്. അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് അരിപ്പൊടി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അരിപ്പൊടി ചേർക്കുമ്പോൾ ഒരു ക്രിസ്പിനെസ് കൂടെ നമുക്ക് കിട്ടും നമ്മുടെ ഈ ഒരു ചിക്കൻ ഫ്രൈക്ക്. പിന്നെ നമുക്ക് ഒരു ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കാം. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങ നീര് വേണമെങ്കിലും അതും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചല്ലോ, പിന്നെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ഇതുപോലെ നല്ല പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് ഈ ഒരു മസാലക്കൂട്ട് നമുക്ക് ഈ ഒരു ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 500 ഗ്രാം ചിക്കനാട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എല്ലുള്ളതോ എല്ലില്ലാത്തതോ വലിയ പീസോ ഏത് ടൈപ്പ് പീസായാലും കുഴപ്പമില്ല, അതിലേക്കൊക്കെ ഇത് നല്ല അടിപൊളി മസാല തന്നെയാണ് കേട്ടോ. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ കുറച്ച് മസാല ബാക്കിയായിട്ടുണ്ടാവും, അത് കുഴപ്പമൊന്നുമില്ല, അത് നമുക്ക് വേറൊരാവശ്യത്തിന് ലാസ്റ്റ് ചെയ്യാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ മിനിമം വെക്കുക കേട്ടോ. അതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണോ ഫ്രൈ ചെയ്തെടുക്കുന്ന ആ രീതിയിൽ ചെയ്യുക. വെളിച്ചെണ്ണയിലായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ചിക്കൻ പീസസ് ഓരോന്നായിട്ട് അതിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യാനൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഇപ്പോൾ നമ്മൾ ഇതിൽ ഈ ഒരു ഓയിലേക്ക് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ മിക്സ് ചെയ്യരുത്, സ്പാച്ചുല വെച്ചിട്ട് മിക്സ് ചെയ്യരുത്. ഒരു 5 മിനിറ്റ് എന്തായാലും ഇതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ കടന്നതിന് ശേഷം വേണം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്, തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ ചിക്കനിലെ മസാലയൊക്കെ ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് പോയിട്ട് പിന്നെ ചിക്കനിൽ മസാലയൊന്നും പിടിക്കാത്ത പോലെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ച് നമുക്ക് ഈ ഓയിലിൽ ഇട്ട് കൊടുത്ത് ഉടനെ തന്നെ അത് മറിച്ചിടരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ എത്രത്തോളം ഫ്രൈ ചെയ്ത് അതൊക്കെ ഫ്രൈ ചെയ്തതിന് ശേഷം ഒരു 4 or 5 പച്ചമുളക് ഇതുപോലെ കീറിയിട്ട് ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. ഒരു 3 തണ്ട് കറിവേപ്പില കൂടി ഇട്ടിട്ട് അതൊന്ന് മൂപ്പിച്ചിട്ട് ഈ ഒരു ചിക്കൻ്റെ മുകളിലങ്ങ് ഇട്ട് കൊടുക്കുക. ആ ഒരു കറിവേപ്പിലയുടെയും അതുപോലെ പച്ചമുളകിൻ്റെയൊക്കെ ഫ്ലേവർ വരുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഒരു സംഭവം കൂടെ നമുക്ക് ചെയ്തെടുക്കാനുണ്ട്. നമ്മുടെ ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തില്ല ബാക്കി മസാല ഉണ്ടല്ലോ, അതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ലാസ്റ്റായിട്ട് ഈ ഒരു മിക്സ് ഉണ്ടല്ലോ, ഈ തേങ്ങയുടെ മിക്സ്, അതും ഈ ഒരു വെളിച്ചെണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നന്നായിട്ട് മൂപ്പിച്ചെടുക്കട്ടെ, എന്നാൽ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. ഇത് ലാസ്റ്റ് ആകുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. ഫസ്റ്റിലൊന്നും വല്ലാതെ കരിഞ്ഞു പോകില്ലെങ്കിൽ ലാസ്റ്റിക്ക് പെട്ടെന്ന് ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അതിനുശേഷം ആ ഒരു ചിക്കൻ ഫ്രൈയുടെ മുകളിൽ ഇത്രയും മതി കേട്ടോ, അതിൻ്റെ മുകളിൽ അങ്ങോട്ട് സെർവ് ചെയ്യുക. അപ്പോൾ ആ ഒരു ചിക്കൻ ഫ്രൈയുടെ കൂടെ ഈ ഒരു തേങ്ങ ചിരവിയതിൻ്റെ ഒരു മസാല കൂടി കൂട്ടി കഴിക്കുമ്പോൾ പൊള്ളി ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും നിങ്ങളിത് തയ്യാറാക്കി നോക്കിക്കൊണ്ടിട്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും തന്നെയാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്കിത് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയാം. ഇഷ്ടമായാൽ അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.